ചൂട് കൂടുതലാണ്. നമുക്കറിയാം ഫെബ്രുവരി മാസത്തിൽ വലിയ ചൂടാണ് അനുഭവപ്പെട്ടത്. പല ജില്ലകളിലും താപനില മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 100 വർഷത്തെ ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു 2023 എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കിൽ പറയുന്നത്. 2024 അതിന്റെ തുടർച്ചയായി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മാർച്ചിലും ഏപ്രിലും സാധാരണയേക്കാൾ ചൂട് കൂടുതലായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. പൊതുവെ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വേനൽക്കാലമാണ്, ചൂട് കൂടുതലായിരിക്കും. പക്ഷേ എല്ലാ വർഷത്തേക്കാൾ കുറച്ചുകൂടി ചൂട് കൂടുതൽ ഈ 2 മാസങ്ങളിൽ ഉണ്ടാവുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. അതായത് സാധാരണ നമുക്ക് ലഭിക്കേണ്ട താപനിലയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. കൊല്ലം, കോട്ടയം എന്നീ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നും പ്രവചനത്തിൽ പറയുന്നു. അതായത് കൊല്ലത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്നത് കൊല്ലം പുനലൂരാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടതാണ്. 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ചൂട് എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലായിരിക്കും. ഏകദേശം ഒരു 40 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ചൂടിന് കാഠിന്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത വേണം. സാധാരണ നമുക്ക് ഈ ചൂട് കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് ഒരു ആശ്വാസമായി വരേണ്ടത് വേനൽ മഴയായിരുന്നു. പക്ഷേ വേനൽ മഴയും ഇപ്രാവശ്യം കുറവായിരിക്കും. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴയായിരിക്കും ലഭിക്കുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലുള്ള ഈ സമയത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെയൊക്കെ മുൻകരുതലുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഇപ്പോൾ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് കഴിവതും പുറത്തിറങ്ങാതിരിക്കുക. ഇടവേളകളിൽ വെള്ളം കുടിക്കുക.